എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി പാലവുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പാലത്തിൻ്റെ ബെയറിങ്ങുകളുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണികൾ എന്നാണ് ആരംഭിക്കുക? ഇതുമായി ബന്ധപ്പെട്ട് പാലം അടച്ചിട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം എന്നാണ് ആരംഭിക്കുക? ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇപ്പോഴും പാലം പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു തീയതി എന്നാണ് എന്നുള്ളതിൻ്റെ ഒരു തീരുമാനം ഇപ്പോഴും കളക്ടർ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഒരു യോഗം നടന്നിരുന്നു. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റുദ്യോഗസ്ഥരും ഞാൻ കളക്ടർ നടത്തിയ ഒരു ചർച്ചയിലും മീറ്റിങ്ങിലും ഇതിപ്പോൾ തീരുമാനമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇന്നലെയുമൊക്കെ മറ്റായിട്ട് ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ, ഈ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ളൊരു മുന്നൊരുക്ക പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതായത് പാലത്തുമേൽ തൊഴിലാളികൾക്ക് പില്ലറുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഗാർഡുകൾ സ്ഥാപിക്കുന്നതിന്, അതായത് ലാഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്ക പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പാലത്തിൻ്റെ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്കായിട്ട് പാലം പൂർണ്ണമായിട്ട് അടച്ചിടേണ്ട ഒരു തീയതി ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എന്തായിരുന്നാലും എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും സാധ്യത. ഇപ്പോൾ ഈ കുട്ടികളുടെ SLC +2 പരീക്ഷകൾ നടക്കുന്നതുകൊണ്ടൊക്കെ തന്നെ പെട്ടെന്നുള്ള ഒരു അടച്ചിടൽ ഉണ്ടാകാൻ സാധിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നത് ഇപ്പോൾ ഈ ലാഡറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ പഴയ പാലത്തിൻ്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് ഒരു വരി ഗതാഗതം അതിലൂടെ ഉണ്ടായിരുന്നത്. മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എപ്പോഴാണ് ആരംഭിക്കുന്നത് അറിയില്ല. ഇന്നലെ ഒരു 10ഓളം തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. ഈ അടിപ്പാതകളുടെ പണികൾ പൂർത്തിയാവാതെ ഇവിടെയും കൂടി പ്രവർത്തനം പെട്ടെന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടും എന്നുള്ളത് കഴിഞ്ഞ ദിവസം കളക്ടർ സന്ദർശന വേളയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. പ്രത്യേകിച്ച് MLA ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ഇലക്ഷൻ സമയത്ത് വന്ന് ഇത് അടച്ചിട്ട് വലിയൊരു ഗതാഗത കുരുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായി തീയതി ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അത് കളക്ടറിൽ നിന്ന് ലഭിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഇലക്ഷൻ കഴിഞ്ഞിട്ടായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു തീയതി പ്രഖ്യാപിക്കുക. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ലാഡറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ പാലം പൂർണ്ണമായിട്ടും പഴയ പാലം അടച്ചിടുമ്പോൾ അത് ഒറ്റവരിയാക്കുന്നതിന് വേണ്ടിയുള്ള മീഡിയനുകൾ മാറ്റിയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പാലം പൂർണ്ണമായി അടച്ചിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉടനെ ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്.